ഇന്നത്തെ കാലത്ത് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറിയുടെ സക്സസ് റേറ്റ് കൂടി വരുന്നതനുസരിച്ച് ഒരു 45-നും 60-നും വയസ്സിന് ഇടയിലുള്ള പേഷ്യൻസും പലരും ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറിക്ക് വിധേയമാകുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആക്റ്റീവ് ലൈഫിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാൻ പറ്റും. അവർ കോമൺലി ഉപയോഗിക്കുന്ന എക്സസൈസിനുള്ള മാർഗ്ഗങ്ങൾ, അതായത് ജിംനേഷ്യം, അവിടെ പോയിട്ട് അവർക്ക് ജോയിൻ ചെയ്യാം. അതിനുശേഷം ഹാർഡായിട്ടുള്ള റണ്ണിങ് അവർക്ക് നമ്മളൊരിക്കലും അഡ്വൈസ് ചെയ്യുന്നില്ല. അതായത് ഒരു ക്രോസ് ട്രെയിനർ അവർക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഒരു ട്രെഡ്മില്ലിൽ അവർക്ക് ഒരു ബ്രിസ്ക് ആയിട്ടുള്ള വാക്കിംഗ് അത് വളരെയധികം പോസിബിളാണ്. എന്നാൽ ഹാർഡ് സർഫസിൽ അൺഈവൻ ടെറൈനിലുള്ള ഓട്ടം അത് നമ്മളൊരു കാരണവശാലും അവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ജമ്പിങ് ഇൻവോൾവ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് അവർ ചെയ്യണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ബാക്കിയുള്ള സൈക്ലിംഗ് പോലുള്ള ആക്ടിവിറ്റീസ് അവർക്ക് ഡെഫിനറ്റ്ലി അവരുടെ മുട്ടിൻ്റെയും അല്ലെങ്കിൽ ഹിപ്പിൻ്റെയും വഴക്കം അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നതാണ്.